വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ പേര് കമൻസിലാണെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്ലിയർ സ്കിന്നിൻ്റെ ടിപ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരുമോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനിപ്പോൾ ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളല്ല. അതായത് ഈ എന്താ പറയുക, നമ്മുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മറ്റേ ബ്ലഷ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം യൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആകെ സൺസ്ക്രീൻ ഉപയോഗിക്കും, മോയ്സ്ചറൈസർ ഉപയോഗിക്കും, പിന്നെ ഞാനൊരു ഫേസ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലിയർ സ്കിന്നിന് വേണ്ടിയിട്ട് ഒരു ഫേസ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ റീസെൻ്റ്ലി കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് ക്രീമാണ്. അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ, അല്ലെങ്കിൽ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൺസ്ക്രീൻ ഏതാ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത്, ഫേസ് വാഷ് ഏതാ യൂസ് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ സ്കിന്നിന് വേണ്ടി എന്താ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുള്ള നമുക്ക് ജസ്റ്റ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മളുടെ ഒരു ഷെയ്ഡെങ്കിലും ഫേസ് കുറച്ച് വൈറ്റൻ ആണെന്ന്. ഞാൻ സിൻസിയറായിട്ട് ഞാൻ പറയാം, പേഴ്സണലി ഞാൻ ആഗ്രഹിക്കാറുണ്ട് എൻ്റെ ഒരു ഷെയ്ഡിൽ നിന്ന് കുറച്ചും കൂടി എനിക്കൊന്ന് വെളുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു ഷെയ്ഡിൽ നിന്നല്ലാണ്ട് വെളുത്തിട്ട് പാറാന്നല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ചൊന്ന് വെളുക്കാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം നമ്മൾ ഈ വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളാവും. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്താൽ തന്നെ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡിമ്മാവും. നോർമൽ കളർ ആയിരിക്കില്ല. ഞാൻ സൺസ്ക്രീൻ മാത്രം ഉപയോഗിക്കാറില്ല, പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആവും. അപ്പം നമ്മുടെ റിയൽ കളർ ആയിരിക്കില്ല അവിടെ പുറത്ത് പോകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് അവിടെ പുറത്ത് പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. കാരണം നമ്മൾ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഭയങ്കര കോൺഷ്യസ് ആണ് സൗന്ദര്യത്തിലും. അതുപോലെ തന്നെ നമ്മൾ പെൺകുട്ടികൾ ഭയങ്കര കോൺഷ്യസ് ആണ് സൗന്ദര്യത്തിൽ. ഞാൻ കുറച്ചുകൂടി വെളുക്കത്തതായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. പേഴ്സണലി കറുപ്പിനെ താഴ്ത്തിക്കിട്ട് പറയുമൊന്നുമല്ല കേട്ടോ, പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. ആർക്കും അല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലർ ആഗ്രഹിക്കുന്നില്ലായിരിക്കും, കാരണം വ്യത്യസ്തമായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എഫ്റ്റ്യൂണിൻ്റെ ഒരു ക്രീമാണ്. ഈ ക്രീം നമ്മളെ ഫേസ് വൈറ്റൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന പാട്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് വന്ന പാട്, അതെല്ലാം റിമൂവ് ചെയ്ത് നമുക്കൊരു ക്ലിയർ സ്കിൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ബ്രൈറ്റർ സ്കിൻ തരാനായിട്ട് ഈ ക്രീം നമ്മളെ സഹായിക്കും. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരുപാട് നല്ല റിസൾട്ട് തന്നൊരു ക്രീമാണിത്. ഉപയോഗിച്ചിട്ട് നല്ല ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രീമാണ്. നമുക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം. അത്ര നല്ല നമുക്കിതുകൊണ്ട് ഒരു അലർജി അങ്ങനത്തെ പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഡ്രൈ സ്കിന്നാണ്. എൻ്റെ സ്കിന്നിന് ഇതുവരെ എനിക്ക് യാതൊരു കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ യാതൊരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഫേസ് വാഷ് ആയാലും ഭയങ്കര നല്ലൊരു സ്മെല്ലും. ഇവരുടെ മോയ്സ്ചറൈസറിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ ആണ് കേട്ടോ. അടിപൊളിയാണ്. കാരണം നമുക്ക് സാധാരണ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൺസ്ക്രീൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാക്മേയുടെ ആയിരുന്നു. വളരെ മോശമായിരുന്നു എനിക്കതിനെ പറ്റിയുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ ഭയങ്കര മാറ്റമുണ്ട്. അതും ഈ ക്രീം UAE മെയ്ഡ് ക്രീമാണ്. വെയിൽ നിർമ്മിക്കുന്ന ക്രീമാണിത്. നമുക്ക് 100% വിശ്വസിച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. യാതൊരു സൈഡ് എഫക്ട്സും ഒന്നും നമുക്ക് വരാൻ പോകുന്നില്ല. ഇത് എഫ്റ്റ്യൂണിന്റെ നാച്ചുറൽ വൈറ്റനിങ് ക്രീമാണ്. ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്ന ആ ഒരു പാട്, അതുപോലെ തന്നെ ഫേസ് കുറച്ചും കൂടി വൈറ്റനിങ് ആവാൻ, ആക്നി, അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് നല്ലൊരു ക്ലിയർ ആൻഡ് ബ്രൈറ്റനിങ് സ്കിൻ തരാനായിട്ട് 100% നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണിത്. ഇത് മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവരുടെ പ്രൊഡക്റ്റ് ആണ്. എഫ്റ്റ്യൂണിന്റെ തന്നെ സൺസ്ക്രീൻ കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാക്മേയുടെ സൺസ്ക്രീൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ, സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആവും. ആ ഒരു എൻ്റെ നോർമൽ ഷെയ്ഡ് ആയിരിക്കില്ല നമുക്ക് സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഭയങ്കര കറുത്തു പോകും. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഒന്ന് മാറ്റി യൂസ് ചെയ്ത്, ഇത് നമ്മുടെ എഫ്റ്റ്യൂണിന്റെ തന്നെ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ മിക്സ് ആണ്. ഞാൻ അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാറ്റി പിടിച്ച് ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത് എഫ്റ്റ്യൂണിൻ്റെ ആണ് കേട്ടോ. ഇതാണ് അവരുടെ 2 പ്രൊഡക്ട്സ്. 15+PA+++ ആണ് ഈ സൺസ്ക്രീൻ വരുന്നത്. നമുക്ക് ഏത് ടൈപ്പ് സ്കിന്നിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഫേസ് വാഷും ഏത് സ്കിൻ ടൈപ്പിനെയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണെങ്കിലും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ സൺസ്ക്രീനും അതുപോലെ തന്നെ ഫേസ് വാഷും. ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയാണ്.